ഹലോ, യെസ്, അന്തോണി മാഷാണ്. എന്താടോ തന്റെ ശബ്ദത്തിലൊരു പരിഭ്രമം? ധൈര്യമായിട്ട് മുന്നോട്ട് പോടോ. ജനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. ഓക്കെ, വൈകിട്ട് കാണാം. എല്ലാം തോണി മാഷെ, അന്ത്യാവുന്നത് വരെ വെള്ളം കോരിയിട്ട് അന്ത്യാവുമ്പോ കുടമിട്ട് ഉടച്ചു എന്ന് പറഞ്ഞത് വരെയില്ലോ മാങ്കൂട്ടത്തിന്റെ കാര്യം. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ കൂട്ടം കൂടി ബഹളം വെച്ചാലും അടുത്ത ഭരണം ഞങ്ങൾ പിടിക്കും തിരുമേനി, തീർച്ച. കേരളീയ ജനതയെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അന്തോണി മാഷെ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വലുതാണ് സ്ത്രീകളുടെ ആത്മാഭിമാനം. ഏതൊരു ചാനൽ ഏമാൻ വിചാരിച്ചാലും ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയും നശിപ്പിക്കാമെന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തൊരു കാലം, കലികാല വൈഭവം. മാഷ് എന്ത് വിഡ്ഢിത്തം ഈ പറയണത്? മാങ്കൂട്ടത്തിലുള്ളവര് എത്രയാ പരാതിക്കാര്? അത്തരക്കാരൊന്നും MLA ആയി വിലസാൻ ഞങ്ങൾ സമ്മതിക്കില്ല മാഷേ. രണ്ട് കാലിലും പന്തുള്ളവൻ ഒരു കാലിൽ ഒരു ചെറിയ കുരുവുള്ളവനെ നോക്കി മന്തുകാല എന്ന് വിളിക്കുന്ന കാലഘട്ടം അല്ലേ ഹാജിയാരെ? ആചാര്യ പാർട്ടിയിലെ ഒരു നേതാവിന്റെ മകളെ ശാരീരികമായി ഉപദ്രവിച്ച മറ്റൊരു നേതാവിനെ ഭരണശിലാ കേന്ദ്രത്തിൽ ഇരുത്തി ഭരണം നടത്തുന്ന പാർട്ടിയാ നിങ്ങളുടേത്. കാരണവന്മാർക്ക് അടുപ്പിലും വിസർജനം നടത്താം, എന്നാൽ പിള്ളേർക്ക് പറമ്പിലും പാടില്ല എന്നതല്ലേ ഹാജിയാരെ നിങ്ങളുടെ പാർട്ടിക്കാരുടെ നയം? മാഷയുടെ പാർട്ടിക്കാരുടെ പ്രധാന തകരാറ് ഒരു ഐക്യമില്ല എന്നതാ പ്രശ്നം. ഒരു നേതാവിന് തെറ്റുപറ്റിയാലേ അയാളെ ക്രൂശിക്കാൻ നിങ്ങളുടെ മറ്റു നേതാക്കന്മാര് ഓടിയെത്തും. അതാണ് ഞങ്ങളുടെ പാർട്ടിയിലെ നീതിബോധം. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അനീതിയും ഞങ്ങൾ അനുവദിക്കില്ല, വെച്ചുകൊടുപ്പിക്കില്ല. പരസ്പരം വെട്ടിക്കൊണ്ടല്ല നിങ്ങളുടെ നേതാക്കന്മാര് വളർന്നു വരുന്നത്. അതിനെ നീതിബോധമായിട്ട് ചിത്രീകരിക്കരുതിന്റെ മാഷെ. എന്തൊരു ഐക്യമുള്ള പാർട്ടിയാ നിങ്ങളുടെ പാർട്ടി. പാർട്ടിയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് പോലും അറിയില്ല. നിങ്ങളുടെ പാർട്ടിക്കാർ എന്തൊക്കെ പറഞ്ഞ് വിഷയം നിസാരമാക്കാൻ ശ്രമിച്ചാലും മാങ്കൂട്ടം ചെയ്തത് തനി തെമ്മാടിത്തര. പാലക്കാട്ടെ ജനതയുണ്ടല്ലോ, അവര് അതിനുള്ള മറുപടി ശരിക്ക് കൊടുക്കും തിരുമേനി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കൾ എല്ലാവരും കൂടി അയാളെ ഉപദ്രവിക്കുന്നത് എന്തിനാണെന്നാണ്. താൻ ആരുമല്ലാത്ത കാലത്ത് കാറ്റെ എന്തോ ബാലിശ കോപ്രായങ്ങൾക്ക് ഇത്രയും വില കൊടുക്കണോ? എല്ലാ നേതാക്കന്മാർക്കും അവരവരുടെ വിജയങ്ങളും നേട്ടങ്ങളുമാണ് ലക്ഷ്യം. ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ തെറ്റായൊരു പരാതിയോ ആരോപണമോ വന്നാൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കും. അതാണ് പാർട്ടി ബോധം, അതാണ് കാലിക രാഷ്ട്രീയം. കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണെന്നാണ്. എന്നിരുന്നാലും നിരാശയൊന്നുമില്ല എനിക്ക്. ഞങ്ങൾ ഇതിനെയൊക്കെ മറികടന്ന് അടുത്ത തവണ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. പ്രതീക്ഷയില്ലെങ്കിൽ ജീവിതമുണ്ടോ അന്തോണി മാഷേ? അല്ലേ? 2 വട്ടം പ്രതീക്ഷിച്ചു, 3-ാം വട്ടവും